ദൈവത്തിന് മഹത്വം. ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന മാന്യ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞങ്ങൾ വീണ്ടും അറിയിക്കുന്നു. ഈ പ്രത്യേക പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും സമാധാനത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രത്യേക ആഴ്ചയാണല്ലോ. യേശു കാൽവറി ക്രൂശിൽ മരിച്ചതും അതിൻ്റെ കഷ്ടപ്പാടുകളും ലോകത്തിൻ്റെ അനേക സ്ഥാനങ്ങളിൽ വിവിധ ആളുകൾ അതിനെ ഓർക്കുകയും വ്യത്യസ്ത ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 28, 29, 30 വാക്യങ്ങൾ. അതിന് ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുവണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശു ചെയ്ത ഏറ്റവും വലിയ പ്രസ്താവന ഏത് എന്നുള്ള ചോദ്യത്തിന് ഈ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിവൃത്തിയായി. യേശുവിനെ മറ്റ് ലോക നേതാക്കന്മാരിൽ രാഷ്ട്ര നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കിയ ഒരു പ്രത്യേക ചിന്തയാണ് യേശു അവിടെ പ്രസ്താവിച്ചത്. നിവൃത്തിയായി. ലോകത്തിലുള്ള അനേക മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പറയാൻ കഴിയാഞ്ഞ ഒരു പ്രത്യേക വാക്യശകലം യേശു തൻ്റെ അവസാന വാക്കുകളിൽ കാൽവറി ക്രൂശിൽ കടന്നുകൊണ്ട് പറയുകയാണ്: നിവൃത്തിയായി. താനത് പറയുമ്പോൾ എന്ത് അർത്ഥത്തിൽ പറഞ്ഞു എന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം. ഇന്നത്തെ ചില ചിന്തകൾ യേശു നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്ന ചില അത്യാവശ്യ ചിന്തകൾ പറഞ്ഞ് ഇന്നത്തെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഹൃദ്യമായിട്ട് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിവൃത്തിയായി എന്നുള്ള പദത്തിന് പല അർത്ഥങ്ങൾ കൊടുക്കാം. ഫുൾഫിൽ ചെയ്തു, മറ്റൊന്ന് അക്കംപ്ലിഷ് ചെയ്തു, മറ്റൊന്ന് പെയ്ഡ് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ സർവവും നിവൃത്തിയായി, ഞാൻ മുഴുവൻ പൂർത്തീകരിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു തന്നെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും നിവൃത്തിയായി. ഒന്നാമത്തെ ചിന്ത, യേശു ലോകത്തിലേക്ക് വന്ന തന്നെ മനുഷ്യാവതാരം സംബന്ധിച്ചുള്ള സകല പ്രവചനങ്ങളും നിവൃത്തിയായി. വിശുദ്ധ വേദപുസ്തകം നാം ശ്രദ്ധിക്കുമ്പോൾ യേശു ജനിക്കുന്നതിന് മുമ്പ് അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൻ്റെ വരവിനെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിരുന്നു. യേശു എവിടെ ജനിക്കും, തൻ്റെ ശുശ്രൂഷയുടെ രീതികൾ, താൻ ആരിൽ ജനിക്കും, താൻ എങ്ങനെ മരിക്കും, തന്നെ ആർ ഒറ്റിക്കൊടുക്കും, തൻ്റെ മരണം ഏവിധമായിരിക്കും, തൻ്റെ അവസാനത്തെ യാത്ര യെരുശലേമിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് തുടങ്ങി 100 കണക്കിന് പ്രവചനങ്ങൾ യേശുവിൻ്റെ വരവിന് മുമ്പ്, ഒന്നാമത്തെ വരവിന് മുമ്പ് വിശുദ്ധ വേദപുസ്തകം പ്രവചനീയമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ യേശു നിവൃത്തിയായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ചിന്ത, തൻ്റെ ഒന്നാമത്തെ വരവിനെ സംബന്ധിച്ചുള്ള സകല പ്രവചനങ്ങൾ നിവൃത്തിയായി. ഒന്നുപോലും ബാക്കിയില്ലാതെ ഒരു ദൈവം മനുഷ്യനായി പിറന്ന് തൻ്റെ ഫൈനൽ ബ്രത്ത് താൻ എടുക്കുമ്പോൾ തന്നെക്കുറിച്ചുള്ള സകല പ്രവചനങ്ങൾ നിവൃത്തിയായി എന്നുള്ള ബോധ്യത്തോടെ ആ ക്രൂശിൽ കിടന്നുള്ള തൻ്റെ അവസാനത്തെ വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്തിൽ അനേക ആളുകൾ, മത നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, അനേക ആളുകളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ ആളുകളുണ്ടായിട്ടുണ്ട്. എന്നാൽ ആർക്കും ഉറപ്പോടെ പറയാൻ വയ്യാഞ്ഞ ഒരു പ്രത്യേക വാക്യം യേശു മാത്രം പറഞ്ഞു: സകലം നിവൃത്തിയായി. മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി, മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, അവനെ നിത്യതയിലേക്ക് കൊണ്ടുപോകാനുള്ള സകല പദ്ധതികളും തന്നെക്കുറിച്ച് പറഞ്ഞത് നിവൃത്തിയായി എന്നുള്ള പ്രത്യേക ചിന്ത യേശു മാത്രമേ പറഞ്ഞുള്ളൂ. തൻ്റെ ഒന്നാമത്തെ വരവ് വേദപുസ്തകം പറയുന്നു സകല പ്രവചനങ്ങളെ നിവൃത്തിയാണ്. ഇന്ന് ലോകത്തിൻ്റെ അനേക സ്ഥലങ്ങളിൽ, നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ യേശു മരിച്ചതിൻ്റെയും
അടക്കപ്പെടുന്നതിനെയും ഉയർക്കുന്നതിനെയും വ്യത്യസ്തമായ ആചാരങ്ങൾ അനേക സ്ഥലങ്ങളിൽ കാണാം. യേശുവിനെ എൻ്റെ വിഗ്രഹങ്ങളുണ്ടാക്കി അത് അഭിനയിക്കുന്ന അനേക ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ ആചാരങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പ്രത്യേക സമയത്ത് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. രണ്ടാമത്തെ ചിന്ത, യേശു നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ പിശാചിനെ യേശു തോൽപ്പിച്ചു. യേശു വന്നതിൻ്റെ പിന്നിലെ പ്രധാന ചിന്ത പിശാചിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമിന് ഹവ്വയ്ക്കും ദൈവം കൊടുത്ത വാഗ്ദത്തം, സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരും, അവൻ അന്ന് നിന്റെ തലയെ തകർക്കും. യേശു കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ താൻ നിവൃത്തിയായി എന്ന് പറയുമ്പോൾ അതുവരെ മനുഷ്യന്റെ മേൽ സ്വാധീനിച്ചുകൊണ്ടിരുന്ന സകല പിശാചിൻ്റെ തന്ത്രങ്ങൾക്കും ഒരു വിരാമം കുറിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു യേശു നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ. 1 യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ യേശു വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ലോകത്തിന് അനേക ആളുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ ആളുകൾ, യേശുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ വ്യത്യസ്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ യേശു നിവൃത്തിയായി എന്ന് പറഞ്ഞ ഒരു പ്രധാന ചിന്ത, അവൻ പിശാചിൻ്റെ സകല ശക്തികളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് കാൽവറി ക്രൂശിൽ മരിച്ചത്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, പലപ്പോഴും പിശാചിന് ഭയന്ന്, പിശാചിൻ്റെ വ്യത്യസ്തമായ ആക്രമണങ്ങൾക്ക് ഭയന്ന് ഉറക്കം നഷ്ടപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുത്തി ജീവിതം അസ്വസ്ഥതയോടെ കഴിയുന്ന അനേക ആളുകൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഇതുവരെയും നിങ്ങളുടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എവിടെ എന്നുള്ള ചോദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്നു, യേശു കാൽവറി ക്രൂശിൽ വന്നതും, യേശു ലോകത്തിലേക്ക് വന്നതും, കാൽവറിയിൽ മരിച്ചതിൻ്റെ പിന്നിലെ ഒരു പ്രധാന ചിന്ത പിശാചിനെ തോൽപ്പിക്കുക എന്നതായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു അതിർത്തി വരുത്തുവാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. മരുന്നുകൾ കൊണ്ടോ ലോകത്തിൻ്റെ സഞ്ചാരങ്ങൾ കൊണ്ടോ വെറും പ്രയത്നങ്ങൾ കൊണ്ടോ ഇത് ലഭിക്കാതിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം വളരെ ശക്തമായി ഉറപ്പായിട്ട് എൻ്റെ സ്നേഹിതന്മാരെ പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ ദൈവം അഴിപ്പാനാണ് വന്നത്. എന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും ബന്ധിച്ച് പിരിമുറുക്കി ചങ്ങലകൾ ഇട്ടിരിക്കുന്ന ദുഷ്ടപിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മരുന്നിന് പറ്റുകയില്ല, ലോകത്തിൻ്റെ ആളുകൾക്ക് പറ്റുകയില്ല, ലോകത്തിൻ്റെ ഒന്നിനും പറ്റുകയില്ല. എന്നാൽ കാൽവറിയിൽ യേശു മരിച്ചതിന് പിന്നിൽ അതിനെ അഴിപ്പാൻ വന്നു എന്നുള്ള ചിന്ത ഇന്ന് ഈ സന്ധ്യാ സമയത്ത് ഞാൻ നിങ്ങളുടെ മേൽ തരിക. നിങ്ങളായിരിക്കുന്ന ഇരിപ്പിൽ ഒരുപക്ഷെ ആ തരത്തിലുള്ള ഭയത്തിനോ ആ തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള വ്യത്യസ്തമായ ഭയങ്ങൾക്കോ അല്ലെങ്കിൽ ഭാരങ്ങൾക്കോ അടിമപ്പെട്ട് കഴിയുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ നീ വന്നത്, കാൽവറി ക്രൂശിൽ മരിച്ചത് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ അഴിപ്പാനാണ് ഞാനിപ്പോൾ കേൾക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ആ സാത്താന്യ ബന്ധനങ്ങളെ അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് അതിന് മൊത്തത്തിൽ വിടുതൽ തരുവാൻ ദൈവശക്തനാണ്. യേശു കാൽവറിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞ വാക്ക് നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ അതിന് പിന്നിൽ താൻ ഉദ്ദേശിച്ച ഒരു കാര്യം പിശാചിനെ യേശു തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. മറ്റൊരു ചിന്ത, വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെ ദൈവത്തോട് അടുക്കാൻ ഭാഗ്യം ലഭിച്ചവർ യഹൂദ മതത്തിൽപ്പെട്ട ആളുകളായിരുന്നു. എഫെസ് ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, വേർപാടിൻ്റെ നടുച്ചുവർ യേശു ഇടിച്ചു. യേശു കാൽവറി ക്രൂശിൽ താൻ പറയുന്നു നിവൃത്തിയായി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ വരെ ലോകത്തുള്ള മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അകൽച്ചയിലായിരുന്നു. അതിൻ്റെ മധ്യത്തിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ അതുവരെ ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായത് യഹൂദന് മാത്രമായിരുന്നെങ്കിൽ യേശു കാൽവറി ക്രൂശിൽ താൻ പറയുന്നു നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ ദൈവത്തോടുള്ള ബന്ധത്തിന് യഹൂദൻ മാത്രമായിരുന്നെങ്കിൽ യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ ലോകത്തിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടി അത് സൗജന്യമായി തുറന്നു കിടന്നു.
അത് യേശു നിവൃത്തിയായെന്ന് പറയുമ്പോൾ ആ വാക്യത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുക. ഇന്ന് ലോകത്തുള്ള മനുഷ്യജാതി എല്ലാം ഒറ്റ വിഭാഗത്തിൽ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ദൈവത്തെ അറിയാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ. ഈ രണ്ട് കാറ്റഗറിയിൽ മാത്രമേ ലോകത്തിലെ ആളുകളെ തരംതിരിക്കാനൊക്കെ ഉള്ളൂ. കാരണം യേശുവിൻ്റെ കാൽവരി ക്രൂശിൽ മനുഷ്യനെ ഒന്ന് ദൈവത്തോടടുക്കുന്നവനും ദൈവത്തോടടുക്കാത്തവനും, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ വിശുദ്ധന്മാരായിട്ടും ഒരു കൂട്ടം ആളുകളെ പാപികളായിട്ടും ഉള്ള രണ്ട് തിരിവിൽ തിരിച്ചുകൊണ്ട് യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ നിവൃത്തിയായുള്ള വാക്കുകൾ നമുക്ക് വേണ്ട പ്രചോദനം നൽകുക. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ ഉറപ്പ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ, യേശു പറഞ്ഞു, യേശു തൻ്റെ വാക്കിൽ നിവൃത്തിയായെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാനുള്ള തൻ്റെ പദ്ധതി നിവൃത്തിയാക്കുന്ന ഒന്നായിരുന്നു കാൽവരി ക്രൂശ്. അങ്ങനെ ഉണ്ടായപ്പോൾ അതിൽ കൂടി ഉണ്ടായത് എല്ലാ മനുഷ്യർക്കും ദൈവത്തോട് സ്വാതന്ത്ര്യത്തോടെ അടുക്കുവാനുള്ള ഒരു വലിയ പ്രവേശനം ലഭിച്ചു. യേശുവിൻ്റെ ലോകത്തിലേക്കുള്ള അവതാരവും കാൽവരി ക്രൂശിലെ മരണവും കഴിയുന്നിടം വരെ പലപ്പോഴും ദൈവത്തെ അറിയുവാനും ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും ഒരു പറ്റം ആളുകൾക്ക് മാത്രം അവസരമുണ്ടായിരുന്നപ്പോൾ, യേശു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവത്തോട് അടുക്കുവാനുള്ള മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം യേശു ഉറപ്പാക്കി കൊടുത്തു. ഇനിയും നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ മധ്യസ്ഥന്മാരുടെ ആവശ്യമില്ല. ഇനിയും ദൈവത്തോട് അടുക്കുവാൻ നാം ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു പ്രത്യേക പ്രവേശനം യേശുവിൻ്റെ കാൽവരി ക്രൂശിൽ കൂടെ താൻ മനുഷ്യർക്ക് കൊടുക്കുകയായിരുന്നു. നിവൃത്തിയായി എന്ന് താൻ നിലവിളിക്കുമ്പോൾ എന്ത് നിവൃത്തിയായി? ദൈവത്തിനും മനുഷ്യർക്കും തമ്മിലുള്ള ആ വ്യത്യാസം മാറി മനുഷ്യർക്ക് ദൈവത്തോട് അടുത്തു വരാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തു. എബ്രായ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഏത് സമയത്തും ഏതാവശ്യത്തിന് മഹത്വം അടുത്ത് ചെല്ലുവാൻ, ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാൻ ഇന്ന് മനുഷ്യന് തുറന്നു വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക വാതിലാണ് യേശുവിൻ്റെ കാൽവരി ക്രൂശ് എന്ന് പറയുന്നത്. ഇന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് മറ്റാരെ ആവശ്യമില്ല. ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് ഒരിടത്ത് പോകേണ്ട കാര്യമില്ല. യേശു കാൽവരി ക്രൂശിൽ നിവൃത്തിയായെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തോട് അടുക്കുവാൻ, നമുക്ക് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ പറയുവാൻ ദൈവം ഒരു വഴി തുറന്നു വെച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിക്കുമ്പോൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്ന ബോധ്യത്തിലായിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ കാൽവരി ക്രൂശ് നിങ്ങൾക്ക് തരുന്ന ഉറപ്പ് ഒരു വഴി തുറന്നു വെച്ചിരിക്കുക. പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ, പിതാവിനെ വിളിച്ചപേക്ഷിക്കാൻ, കരയുമ്പോൾ കേൾക്കുവാൻ അവൻ നിങ്ങളുടെ അടുക്കലുണ്ടെന്നുള്ള ബോധ്യമാണ്. യേശു കാൽവരി ക്രൂശിൽ താൻ നിവൃത്തിയായ എന്ന് താൻ നമ്മളോട് വിളിച്ചു പറയുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ആ അടുപ്പം ഉണ്ടാക്കുവാൻ ഇനിയും ആരുടെ ആവശ്യമില്ല. നിങ്ങൾ ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവരായിരിക്കാം. അതിനുവേണ്ടി ശാരീരികമായ വ്യഥകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒത്തിരി ബദ്ധപ്പാടിന് പിന്നിൽ ഉണ്ടായിരിക്കാം. എന്നാൽ യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ താൻ പറഞ്ഞു നിവൃത്തിയായി. ഇനിയും ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല, ബദ്ധപ്പാടുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുവാൻ പറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം യേശു തുറന്നു വെച്ചു. നാം യാക്കോബിൻ്റെ ലേഖനത്തിൽ വിശുദ്ധ തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരുവിൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പറയുന്ന ദൈവം യേശു കർത്താവ് നമ്മൾ എൻ്റെ ദൈവമേ നിന്റെ അടുക്കലേക്ക് വരുന്നുവെന്ന് വിശ്വാസത്തോടെ പറയുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് ഓടിയെത്താൻ പറ്റുന്ന ദൈവ സാന്നിധ്യമാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ഒരുപക്ഷെ ഇതുവരെയും അങ്ങനെ ഒരു ദൈവിക ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഒത്തിട്ടില്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആ വളരെ മാറ്റമില്ലാത്ത ആ വലിയ സത്യത്തിൽ കൂടെ വിളിച്ചു പറയുന്നു, നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ പറ്റുന്ന ഒരു ദൈവമാണ് യേശു എന്ന് പറയുന്നത്. യേശു കാൽവറിയിൽ ഞാൻ നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ എന്ത് നിവൃത്തിയായി? നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ അല്ല, നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ഒരു പ്രത്യേക സ്വാതന്ത്ര്യം ദൈവം തുറന്നു വെച്ചു. അത് നിവൃത്തിയായി. അതുകൊണ്ട്
നമ്മുടെ ഏത് ആവശ്യങ്ങളും ഏത് ഭാരങ്ങളും എപ്പോഴെല്ലാം നമുക്ക് ദൈവത്തോട് പറയണമോ അതിനകത്ത് ഇനി സ്വാതന്ത്ര്യം ലഭിച്ചവരാണ് യേശുവിനെ അറിയാവുന്ന ആളുകൾ. മറ്റു ചിന്ത നമ്മൾ വായിക്കുന്നത്, ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ലോകത്തിലേക്ക് പാപം വന്നു എന്ന് വായിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ലംഘനത്താൽ പാപം എന്ന് പറയുന്നത് ലോകത്തിൽ വാണു, ലോകത്തിൽ റെയിൻ ചെയ്തു എന്ന് വായിക്കുന്നത്. ആദമും ഹവ്വയും, ഒന്നാമത്തെ മനുഷ്യനായ ആദമും ഹവ്വയും അവർ പാപം ചെയ്തപ്പോൾ ലോകത്തിന് കിട്ടിയൊരു സമ്മാനം പാപം വാഴുക എന്നുള്ളതായിരുന്നു. എന്നാൽ യേശുവിൻ്റെ കാൽവരി ക്രൂശിൽ യേശു പറഞ്ഞു നിവൃത്തിയായെന്ന് പറഞ്ഞപ്പോൾ അതുവരെ ലോകത്തെ വാണ പാപത്തിൽ നിന്ന്, മനുഷ്യരെ വാഴുന്ന പാപത്തിൽ നിന്ന് അവന് മോചനം തരുവാൻ ഞാൻ എൻ്റെ ജീവിതത്തെ കൊടുക്കുന്നു. ഇത് നിവൃത്തിയാകുകയായിരുന്നു. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചെങ്കിൽ മാത്രമേ അവനെ വാഴുന്ന, അവനെ സ്വാധീനിക്കുന്ന, അവൻ്റെ ജീവിതത്തെ അസ്വാസ്ഥ്യമാക്കുന്ന, കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന, കുടുംബങ്ങളിൽ കലക്കങ്ങൾ ഉണ്ടാക്കുന്ന, അക്രമങ്ങൾ ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ നാശം ചെയ്യുന്ന പാപത്തിൻ്റെ വാഴ്ചയിൽ നിന്ന് മനുഷ്യന് വിടുതൽ തരുവാൻ ആണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. എൻ്റെ ശബ്ദം നിങ്ങളിന്ന് കേൾക്കുമ്പോൾ, യേശു വന്നത് മനുഷ്യനെ പാപത്തിന് വേണ്ടി നാം ചിന്തിക്കുമ്പോൾ മനുഷ്യനെ വാഴുന്ന, മനുഷ്യനെ നയിക്കുന്ന, മനുഷ്യനെ സ്വാധീനിക്കുന്ന ആ വലിയ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം തരുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കിയ ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു നിവൃത്തിയായി എന്ന് പറഞ്ഞ വാക്കിൽ ദൈവം ഉദ്ദേശിച്ചത്. സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ തരത്തിലുള്ള മോചനം ലഭിച്ചുവെന്ന, ഒരു വിടുതൽ ലഭിച്ചുവെന്നുള്ള ബോധ്യമുണ്ടായിട്ടില്ലെങ്കിൽ യേശുവിൻ്റെ കാൽവറിയിലെ മരണത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ഈ പ്രത്യേക അവസരത്തിൽ, ദുഃഖ വെള്ളിയാഴ്ച എന്നും ഉയർപ്പും എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക അവസരങ്ങൾ ഉണ്ടാക്കി അവധിയും ലോകത്തിൽ അനേക തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നിവൃത്തിയായ എന്നുള്ള വാക്കിൽ കർത്താവ് ഉദ്ദേശിച്ചത് പാപത്തിൻ്റെ പിടിയിൽ നിന്ന്, പാപത്തിൻ്റെ വാഴ്ചയിൽ നിന്ന് നിങ്ങളെ മോചിപ്പാൻ പറ്റുന്ന ദൈവിക പദ്ധതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നുകൊണ്ടുള്ള ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ സ്വാധീനിക്കുന്ന, ഒരിക്കൽ പോലും ഈ പാപ സ്വഭാവത്തിൽ നിന്ന് കരയറുവാൻ നിർവാഹമില്ലെന്നോർത്ത് നിങ്ങൾ ദുഃഖിച്ചിട്ടുണ്ടാകും. ഒരിക്കൽ പോലും എൻ്റെ ഈ സ്വഭാവം മാറ്റിയിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്തിന് മോചനം വന്നേ നിങ്ങൾ ചിന്തിച്ച് ദുഃഖിച്ചിട്ടുണ്ടാകാം. എന്നാൽ പലപ്പോഴും അതിൽ നിന്ന് കരകയറുവാൻ നിർവാഹമില്ലാതെ നിങ്ങളെ സ്വാധീനിക്കുന്ന വാഴുന്ന പാപശക്തിയിൽ നിന്ന് മോചനം തരുവാൻ ഒരാളുണ്ട്. അത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന യേശുക്രിസ്തുവിന് മാത്രമാണ്. പലപ്പോഴും നിങ്ങളുടെ വീടുകളിൽ, കുടുംബങ്ങളിലും, കുഞ്ഞുങ്ങളിലും, ഭാര്യമാരിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾ, പാപസ്വഭാവങ്ങൾ, മദ്യപാനങ്ങൾ, മയക്കുമരുന്നുകൾ, അതുപോലെ തന്നെയുള്ള മെച്ചമായിട്ടുള്ള കാര്യങ്ങൾ, പാപസ്വഭാവങ്ങൾ, ഇമ്മോറൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ വിടുതൽ പ്രാപിക്കുന്നത് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇതിലൊരു പക്ഷേ നിങ്ങൾക്ക് ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ പോയാൽ ഉപദേശങ്ങൾ ലഭിച്ചേക്കാം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരാൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി വന്ന യേശു കർത്താവ് പറഞ്ഞ് നിവൃത്തിയായി. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങളെ വാഴുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖത്തിന് മേൽ ദുഃഖമുണ്ടാക്കുന്ന, കുടുംബങ്ങളുടെ മേൽ അസ്വാസ്ഥ്യങ്ങൾ നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാപമായ നിങ്ങളെ വാഴുന്ന പാപ സ്വഭാവത്തിൽ നിന്ന് ഒരു മോചനം തരുവാനാണ് 2000 വർഷങ്ങൾക്കും യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. ഇത് ജീവിതത്തിൽ അനുഭവിക്കാനിടയായിട്ടില്ലെങ്കിൽ അതിനുവേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. യേശു പറഞ്ഞ് നിവൃത്തിയായി. സഹോദരന്മാരെ, നിവൃത്തിയായെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് പറഞ്ഞപ്പോൾ ഇന്ന് ഈ 2016 ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പാപത്തെയും നമ്മുടെ പാപ സ്വഭാവത്തെയും കുടുംബത്തെ നശിപ്പിക്കുന്ന ദുഷ്ടവിചാരങ്ങളെയും കൂട്ടുകെട്ടുകളെയും മാറ്റിമറിക്കുവാൻ ശക്തിയുള്ള ഒരു വലിയ മരണമാണ് യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി
നമുക്ക് വേണ്ടി തന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രത്യാശയുടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട് എന്ന് ഞാൻ ശക്തമായി നിങ്ങളോട് പറയുക. നിരാശപ്പെട്ട് ജീവിക്കേണ്ട, കുടുംബത്തെ നശിപ്പിക്കേണ്ട, ഭാര്യയെ ഉപദ്രവിക്കേണ്ട, ഭർത്താവിനോട് ഉപദ്രവിക്കേണ്ട, കുഞ്ഞുങ്ങളെ വീടുകളിൽ അക്രമം ഉണ്ടാക്കേണ്ട. ഇതിന് പരിഹാരമുണ്ട്. യേശുവിലേക്ക് വന്നാൽ, യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നാഥനായി വാണാൽ നിങ്ങളുടെ കുടുംബത്തെ സ്വാധീനിക്കുന്ന പാപത്തിൽ നിന്ന് മോചനമുണ്ട്. എനിക്കറിയാം, നമ്മുടെ നാട്ടിൽ മദ്യപാനം കൊണ്ട്, ഇതുപോലുള്ള അക്രമ സ്വഭാവം കൊണ്ട് ശിഥിലമായി ദിവസം തോറും നശിച്ചുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. എങ്ങനെ ഞങ്ങൾ കയറുമെന്ന്, ഇതിന് മൊത്തത്തിലുള്ള ഒരു ആശ്വാസം എങ്ങനെയെങ്കിലും കിട്ടിയെന്ന് ചിന്തിക്കുന്ന അനേക ആളുകൾ ഒരു പക്ഷേ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. എത്രയോ നാളുകളായി എൻ്റെ പല സ്നേഹിതന്മാരെ നിങ്ങൾ ഉറങ്ങിയിട്ട്, കാരണം പലപ്പോഴും ജീവിതത്തിൽ പാപം വാഴുന്നതുകൊണ്ട് അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്ന അനേക ആളുകൾ നിങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുക. ഇതിന് മൊത്തത്തിലൊരു പരിഹാരം എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അതിന് മൊത്തത്തിൽ നിങ്ങളുടെ മോചനത്തിന് വേണ്ടി നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തിന് പ്രത്യാശ തരുവാൻ, സമാധാനം തരുവാൻ യേശു നിവൃത്തിയായി എന്ന് 2000 വർഷങ്ങൾക്ക് പറഞ്ഞ വാക്കിനകത്ത് ശക്തിയുണ്ട്. ഞാനീ വചനം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കലുഷിതമായ, കലങ്ങി മറിയുന്ന, പിശാച് താണ്ഡവമാടുന്ന ആ പ്രയാസങ്ങളിൽ നിന്ന് വിടുതൽ തരുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് മാത്രമേ പറ്റുള്ളൂ. ലോകത്ത് നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി നിങ്ങളുടെ കാല് കഴിച്ചത് മതിയാക്ക്. ലോകത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ വ്യഥപ്പെടുന്നത് മതിയാക്ക്. നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ ശക്തനായ ജീവനുള്ള കർത്താവാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ കർത്താവ്. അതുകൊണ്ട് വിശ്വസിക്ക്, ദൈവത്തിന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിന് വ്യത്യാസം വരുത്തുവാൻ പറ്റും. മറ്റൊരു ചിന്ത വിശുദ്ധ വേദപുസ്തകം പറയുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ പാപങ്ങൾ നിമിത്തം അവൻ തകർന്നിരിക്കുക. അവൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ അടിപ്പിടുകാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു നിവൃത്തിയായി എന്ന് 2000 വർഷങ്ങൾക്ക് പറഞ്ഞപ്പോൾ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നമ്മളെ വാഴുന്ന പാപത്തിൽ നിന്ന് ദൈവം മോചനം തരുന്ന ദൈവമാണ്. പാപ സ്വഭാവത്തിൽ നിന്ന് ദൈവം മോചനം തരുന്ന ദൈവമാണ്. നമ്മളെ സ്വാധീനിക്കുന്ന മരണഭീതിയിൽ നിന്ന് ദൈവം മോചനം തരുവാൻ ശക്തനാണ്. എന്നാൽ ഞാനിപ്പോൾ ഉദ്ധരിച്ച വാക്യം, യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ നമ്മുടെ പാപത്തിന് മോചനം മാത്രമല്ല, നമ്മുടെ സകല രോഗങ്ങൾക്കും അത് പരിഹാരമാണ്. യേശു നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ യേശുവിൽ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ ജീവൻ വരുമ്പോൾ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ശാരീരിക സൗഖ്യവും ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾക്ക് വേണ്ടി അനേക പണം ചെലവഴിച്ച് അനേക വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ടുള്ളവരായിരിക്കാം. നിങ്ങൾക്ക് ജീവിതത്തിൽ സൗഖ്യമില്ലാതെ, ജീവിതത്തിൽ മാനസിക സൗഖ്യമില്ലാതെ, ശാരീരിക സൗഖ്യങ്ങളില്ലാതെ, വ്യത്യസ്ത മേഖലയിൽ ഭാരപ്പെട്ട് ഇതിന് ഒരിക്കൽ പോലും പരിഹാരമില്ല എന്ന് ചോദിച്ച് നടക്കുന്നവരായിരിക്കാം. എന്നാൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ ദൈവം മനുഷ്യരായി വന്ന യേശു കർത്താവ് ഇങ്ങനെ നിലവിളിച്ചു, നിവൃത്തിയായി എന്ന് യേശു കർത്താവ് വാഗ്ദാനം ചെയ്തപ്പോൾ പാപത്തിന് പരിഹാരം മാത്രമല്ല, നമ്മുടെ സകല രോഗത്തിനും പരിപൂർണ സൗഖ്യം തരുവാൻ ശക്തനായ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് സകല മനുഷ്യർക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഇന്ന് പകൽക്കാലം നിങ്ങൾ അറിയാതിരിക്കരുത്. യേശു മരിച്ചു. ഇന്ന് കല്ലറയിൽ ഒതുങ്ങി നിൽക്കുമായിരുന്നെങ്കിൽ എൻ്റെ പ്രസംഗത്തിന് ഇന്ന് ജീവൻ ഉണ്ടാകുകയില്ല. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് നിവൃത്തിയായി എന്ന് പറഞ്ഞ് മരിച്ചപ്പോൾ അവൻ ആ മരണം കൊണ്ട് തീർന്നില്ല, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ പാപമോചനം തരാൻ പറ്റുന്ന കർത്താവ്, നമ്മുടെ രോഗത്തിന് സൗഖ്യം തരാൻ പറ്റുന്ന കർത്താവ്, മരണത്തിന് വിടുതൽ തരാൻ പറ്റുന്ന കർത്താവ്, ഇന്ന് പകൽക്കാലം അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടാകുവാൻ ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്, പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക അവസരം ഞാൻ തരാൻ പോകുക. യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഒരു നല്ല അവസരം ഞാൻ തരാൻ പോകുക. യേശു നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഉണ്ടായ പ്രത്യേക ചില ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് മോചനം
ഉണ്ടായിട്ടില്ലെങ്കിൽ യേശു കർത്താവിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് ഞാൻ തരട്ടെ. നിങ്ങളുടെ പാപ സ്വഭാവം അതിൻ്റെ മൊത്തത്തിൽ മോചനം തരുവാൻ കർത്താവിന് പറ്റും. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. യേശു കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തെ നിനക്കായി തരികയാണ്. ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നീ കാൽവരി ക്രൂശിൽ മരിച്ചതും നിവൃത്തിയായി എന്ന് പറഞ്ഞ വാക്കുകൾ എൻ്റെ കൂടെ പാപത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥിച്ചെങ്കിൽ 2000 വർഷങ്ങൾക്ക് യേശു പറഞ്ഞ നിവൃത്തിയായ എന്ന് പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ദൈവം അനർത്ഥമാക്കിയിരിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ രോഗത്തിനും ആ മരണം മതിയായതായതെങ്കിൽ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക ചിന്ത, നമ്മുടെ സകല രോഗങ്ങൾക്കും അവൻ മതിയായ ദൈവമാണ്. അവൻ നമ്മുടെ സകല അകൃത്യങ്ങളെ മോചിച്ചെങ്കിൽ സകല രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കുന്ന കർത്താവാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ, ഒരുപക്ഷെ നിങ്ങൾ അതിൻ്റെ മൊത്തത്തിൽ പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലായിരിക്കുക. എന്നാൽ യേശു 2000 വർഷങ്ങൾക്ക് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് ജീവിക്കുന്നത് പാപം മോചിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ രോഗത്തിന് കർത്താവ് സൗഖ്യം തരാൻ വിശ്വസ്തനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, എന്നെ കേട്ട് വ്യത്യസ്ത രോഗങ്ങളുടെ മധ്യത്തിൽ ഭാരത്തോടിരിക്കുന്നവർക്ക് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പറഞ്ഞ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ സൗഖ്യത്തിന് കാരണമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾ ഞങ്ങൾ താഴെ കാണുന്ന വിലാസത്തിൽ വിളിക്കുകയോ അറിയിക്കുകയോ മെയിൽ ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പ് തരികയാണ്. വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി കരയറ്റുന്നു. സദ്ജന് ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.